ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളുടെ UGC നെറ്റിന്റെ ജനറൽ പേപ്പറിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിലെ കുറച്ച് നമുക്ക് 2024 നടന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പേഴ്സൺ ട്രാവൽസ് ഫ്രം X to Y at a speed of 50 km/h and returns from Y to X by increasing his speed by 50%. His average speed during the journey is. അതായത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡ് ഒരു കണ്ടീഷനും ഇല്ലാതെ പറയുവാണെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലെ. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇനി ഒരു കണ്ടീഷനോടുകൂടി പറയുവാണ്, അതായത് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 2s1 s2 ബൈ s1 പ്ലസ് s2. ക്ലിയർ ആണോ? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? 2s1 s2 ബൈ s1 പ്ലസ് s2. ഇവിടെയും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്താണ്? ഒരാൾ എക്സിൽ നിന്ന് വൈയിലേക്ക് 50 km/h പോകുന്നു, തിരിച്ച് ഒരു സ്പീഡ് പറഞ്ഞു. ആ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് ഒരു സ്പീഡ് പറയുന്നുണ്ട്, അങ്ങോട്ട് ഒരു സ്പീഡ് പറയുന്നുണ്ട്. അതായത് ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ 2s1 s2 ബൈ s1 പ്ലസ് s2 എടുത്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് s1 നമ്മുടെ കയ്യിലുണ്ട്, s2 കണ്ടുപിടിക്കണം. എന്താ പറയുന്നത്? ഇൻക്രീസസ് ഹിസ് സ്പീഡ് ബൈ 50%. 50% സ്പീഡ് കൂട്ടി. ഏതിൽ നിന്ന്? 50 ആയിരുന്നു, അതിന്റെ കൂടെ എന്തായി? രണ്ടാമത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50% ഇൻക്രീസ് വന്നു എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? 50 പ്ലസ് 50% ഓഫ് 50. ക്ലിയർ അല്ലേ? 50% ഓഫ് 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് എടുക്കുക അല്ലെ. 50യുടെ ഹാഫ് ആണ് 50%. 1/2, അതായത് ഹാഫ് എടുക്കുക 25. 50 പ്ലസ് 25 ദാറ്റ് ഈസ് 75. നമ്മൾ പെർസെന്റേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു നമ്പർ എക്സ് 10% ഇൻക്രീസ് വന്നാൽ നമ്മൾ പറയും 110% ഓഫ് എക്സ്. അതേപോലെ പറയുവാണെങ്കിൽ 150% ഓഫ് 50. അങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് 75 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും മനസ്സിലാക്കണം. പെർസെന്റേജ് പറയുമ്പോൾ ആലോചിക്കണം 50യുടെ കൂടെ 50യുടെ 50% കൂടെ ഇൻക്രീസ് ചെയ്താണ് പുതിയ സ്പീഡായത്. അപ്പം അങ്ങോട്ട് 50 ആണെങ്കിൽ ഇങ്ങോട്ട് എത്രയാണ്? 75 km/h. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചുകൂടെയോ? 2 ഇൻറ്റു s1 എത്രയാണ്? 50. 50 ഇൻറ്റു s2 എത്രയാണ്? 75. 75 ബൈ s1 പ്ലസ് s2. 50 പ്ലസ് 75. ഇത് സോൾവ് ചെയ്താൽ പോരെ ആൻസർ കിട്ടത്തില്ലേ? സോൾവ് ചെയ്യാം. 2 ഇൻറ്റു 50 ഇൻറ്റു 75 ബൈ 50 പ്ലസ് 75 125. 125. 5 ഒക്കെ വെച്ച് കട്ട് ചെയ്തേ. അല്ല, 25 ഇൻറ്റു 3 ആണ് 75. 25 ഇൻറ്റു 5 ആണ് 1. ഇനി അല്ല, 25 ഡയറക്റ്റ് എടുക്കാൻ പറ്റും. 2 തവണ 5 വെച്ച് എടുത്താൽ മതി. എങ്ങനെ വേണമെങ്കിൽ 5 വെച്ച് 50 കട്ട് ചെയ്താൽ 10 ആയി. ദെൻ 2 ഇൻറ്റു 10 ഇൻറ്റു 3 അല്ലെ. 20 ഇൻറ്റു 3 60 km/h. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി 60 km/h ആണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ടത് ഏതൊക്കെയാണ്? ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ അല്ലെ. ഒരു കണ്ടീഷനും ഇല്ലാതെ നമുക്ക് പറയാം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇനി ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ 2s1 s2 ബൈ s1 പ്ലസ് s2. s1 s2 എന്നാണ് സ്പീഡുകളാണ്. ഓക്കെ. വർക്കിംഗ് 9 hours a day, 12 persons complete a work in 25 days. Working 6 hours a day, 15% can do the same work in how many days? അപ്പൊ എന്താണ്? ടൈം ആൻഡ് വർക്കിലാണ്. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. എന്താണ്? m1 d1 t1 ഈക്വൽ ടു m2 d2 t2 അല്ലെ. ഇതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു വെച്ചേക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: m1 d1 t1 ബൈ w1 അല്ലെ. വർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കേസിൽ ചില ക്വസ്റ്റ്യനിൽ വർക്കും അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ട് തരാറുണ്ട്. അപ്പം മെയിൻ ഇക്വേഷൻ ഇതാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുന്നു. m1 d1 t1 ബൈ w1 ഈക്വൽ ടു m2 d2 t2 ബൈ w2. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പം സെയിം വർക്കാണ്, അതുകൊണ്ട് നമ്മൾ w എടുക്കുന്നില്ല. ഓക്കെ. ഫസ്റ്റ് കേസിൽ m1 എത്രയാണ്? 12%. സോ 12 ഇൻറ്റു d എത്രയാണ്? 12% കംപ്ലീറ്റ് വർക്ക് ഇൻ 25 days. സോ d 25 ഇൻറ്റു 9 ഈക്വൽ ടു m2 എന്താണ്? വർക്കിംഗ് 15%
ടി ആണ് 6, ഡി കണ്ടുപിടിക്കണം അല്ലെ, D2. ക്ലിയർ അല്ലേ? സോ D2 വിൽ ബി ഈക്വൽ ടു 12 into 25 into 9 by 15 into 6. സോൾവ് ചെയ്തേ. 6ഉം 12 കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 ആയി. ദെൻ 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3, ഇവിടെ 5, ഈ 3 9 കട്ട് ചെയ്താൽ ഇവിടെ 3. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് 2 into 5 10, 10 into 3 30. 30 days ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി 30 days. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. വർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കേസിൽ 2024 വേറെ ഒരു എക്സാമിന് വർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പൊ M1 D1 T1 by W1 equal to M2 D2 T2 by W2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 successive discounts of 30% on the mark price of an item are together equivalent to a single discount of 3 30% ഡിസ്കൗണ്ടുകൾ കൊടുത്തു അല്ലെ. ആദ്യം ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ആ പ്രൊഡക്റ്റിന് ആദ്യം 30% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് വെച്ചാൽ ഡിക്രീസ് ചെയ്തു. വീണ്ടും ഒരു 30% ഡിക്രീസ് കൊടുത്തു, വീണ്ടും അതിന് 30% ഡിക്രീസ് കൊടുത്തു അല്ലെ. എങ്കിൽ റിസൾട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് എത്ര ഡിസ്കൗണ്ട് എന്ന് പറയാമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ 100, അതായത് ആദ്യത്തെ വില 100 എന്നുള്ള രീതിയിൽ എടുത്ത് സോൾവ് ചെയ്താൽ മതി. ആദ്യം നമ്മൾ 100 ആയിരുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ ആദ്യം ഒരു 30% കൊടുക്കുമ്പോൾ അതിന്റെ വില എന്തായി? 30% കുറഞ്ഞാൽ 70 അല്ലെ. 30% 100 30 ആണ്, 100ൽ നിന്ന് 30 കുറച്ചാൽ 70 ആയി. ഇനി വീണ്ടും എന്താ ചെയ്യേണ്ടത്? 70ൽ നിന്ന് വീണ്ടും 30% കുറയ്ക്കുന്നു അല്ലെ. 70 മൈനസ് 30% ഓഫ് 70 അല്ലെ. 70ൽ നിന്ന് അതിന്റെ 70 30% കുറയ്ക്കുന്നു. ഓർ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാവല്ലോ, 70% ഓഫ് 70. ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർസെന്റേജിൽ എക്സ് ആണ്. 10% ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ പറയും 110% ഓഫ് എക്സ്. ഇനി 10% ഡിക്രീസ് എന്നാണെങ്കിൽ എത്ര പറയുന്നത്? 90% ഓഫ് എക്സ് എന്ന് പറയത്തില്ലേ. അതേപോലെ 30% കുറഞ്ഞുകൊണ്ട് 100 മൈനസ് 30 70% ഓഫ് 70. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. 70 by 100 into 70. സീറോസ് കട്ട് ചെയ്താൽ 7 into 7 49 അല്ലെ. അപ്പൊ എത്രയായി? 49. 70ൽ നിന്ന് ഒരു 30% കൂടെ കുറഞ്ഞപ്പോൾ അത് 49 ആയി. വീണ്ടും എന്താ? ആ 49ൽ നിന്ന് ഒരു 30% കൂടെ കുറയുവാണ് അല്ലെ. 30% ഡിക്രീസ്. അതായത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം, 49 മൈനസ് 30% ഓഫ് 49. അങ്ങനെ സോൾവ് ചെയ്യണം, അങ്ങനെ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 30% 70% ഓഫ് എന്താണ്? 49. ദാറ്റ് ഈസ് 70 by 100 into 49. 0 കട്ട് ചെയ്യാം. 49 into 7 എത്ര വരും? 343. 343 by 10 that is 34.3. അപ്പൊ 100 ആയിരുന്നു നമ്മുടെ ആദ്യത്തെ വില. എന്താണ്? ആദ്യം ഒരു 30% ഡിക്രീസ് ചെയ്തപ്പോ 70 ആയി, വീണ്ടും ഒരു 30 ഡിക്രീസ് ചെയ്തപ്പോൾ 49 ആയി, വീണ്ടും ഒരു 30 ചെയ്തപ്പോൾ 34.3 ആയി. അപ്പൊ റിസൾട്ട് എന്താ? 100 ആയിരുന്നത് 34.3 ആയി എന്ന് വെച്ചാൽ എത്ര ശതമാനം കുറഞ്ഞു? 100 മൈനസ് 34.3 ചെയ്ത് നോക്കിയാൽ പോരായോ? 34.3. 10 7 65.7%. ക്ലിയർ അല്ലേ? 100 ആയിരുന്നു, ഇവിടെ 20 ആയാൽ നമ്മൾ പറയും 100 മൈനസ് 20 80% കുറഞ്ഞു അല്ലെ. അപ്പൊ അതേപോലെ 100 എടുക്കുന്നതിനാ നമുക്ക് ഇവിടെ എക്സ് എന്നോ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം, ചെയ്യാനുള്ള എളുപ്പത്തിന്. 100 എടുത്താൽ ജസ്റ്റ് മൈനസ് ചെയ്ത് പറഞ്ഞാൽ മതി അല്ലെ. 100 മൈനസ് 34.3 ആണ് 65.7. സോ ഓപ്ഷൻ സി 65.7%. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കോഡിംഗ് ഡീകോഡിങ്ങിനകത്ത് വരുന്നതാണ്. ഇൻ എ സർട്ടൺ കോഡിംഗ് ലാംഗ്വേജ് ഇഫ് ദ വേർഡ്സ് STORK stork is coded as VQRON, then the word tired TIRED will be coded as how much? എങ്ങനെയാണ് അത് കോഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ കോഡിംഗ് ഡീകോഡിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ എന്താണ് A തൊട്ട് Z വരെ ഉള്ളതൊന്ന് എഴുതി വെക്കുക. അതേപോലെ തന്നെ നമ്പർ കോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ലെറ്റേഴ്സിന്റെ കൂടെ തന്നെ നമ്പേഴ്സും കൂടെ എഴുതിയേക്കാം. ഇപ്പൊ ഇവിടെ ഇപ്പൊ ലെറ്റർ തന്നെ വെച്ചിട്ടല്ലേ കോഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം STORK ഇതിനെ കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാ? VQRON.
ഓക്കെ, എസും വിയും. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവും. എസിനെ വിയിലേക്ക് 1 2 3 അതെ +3 ചെയ്തേക്കുക അല്ലെ. ഇവിടെ +3 ചെയ്തേക്കുക. ഇനി ടിയെ കോഡ് ചെയ്തേക്കുന്ന ക്യൂ നോക്കിയേ, ടി ബാക്കിലോട്ടാ പോയേക്കുന്നത് 1 2 3 തന്നെ, അതായത് -3 ആ ചെയ്തേക്കുന്നത് അല്ലെ. ഇനി ഓ നോക്കിയേ, ഓ 6 1 2 3 അപ്പൊ +3. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി +3 -3 +3 -3 അല്ലെ. ഒന്നുകൂടെ നോക്കാം, 6ന്റെ 1 2 3 അല്ലെ, -3 കെയുടെ വന്നിട്ട് 1 2 3 +3 ചെയ്തേക്കുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് കോഡ് ചെയ്തുകൂടായോ? സോ ഏതാണ് TIRED, ടിയെ കോഡ് ചെയ്തേക്കുന്നത് ആദ്യം +3 ചെയ്യണം അല്ലെ. 1 2 3 W ഉള്ളത് 2 എണ്ണം ഉണ്ട്. നമുക്ക് നോക്കാം. അടുത്തത് ഐ ചെയ്തേക്കുന്നത് എങ്ങനെയാ, -3. ആദ്യം +3 ചെയ്തെങ്കിൽ അടുത്തത് -3 ചെയ്യണം അല്ലെ. 1 2 3 WF. ഓക്കെ, WF തുടങ്ങുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ. മാർക്ക് അവിടെ തന്നെ ചെയ്ത് നമുക്ക് നിർത്താം അല്ലെ. നമുക്ക് ബാക്കിയോടെ ചെയ്ത് നോക്കാം. ഇൻ കേസ് 2 3 ഓപ്ഷൻസ് ഒക്കെ WF വന്നാൽ ബാക്കിയോടെ നമ്മൾ ചെയ്യേണ്ടി വരും. 6 എന്ന് പറയുമ്പോൾ 1 2 3 U, E ബാക്കിലോട്ട് 1 2 3 B, D ഫ്രണ്ടിലോട്ട് അല്ലെ 1 2 3 G. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് വളരെ എളുപ്പമാണ്. നിങ്ങൾ ലെറ്റർ കോഡിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ആ ലെറ്റേഴ്സ് എഴുതുക. അതേപോലെ തന്നെ നമ്പർ കോഡിംഗ് വരുമ്പോൾ ഇതിനൊരു നമ്പേഴ്സ് ഉണ്ടല്ലോ 1 2 3 4 അതും കൂടെ നോട്ട് ചെയ്യുക. അപ്പോൾ ഓരോ ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ചെയ്തതെന്ന് നോക്കുക. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു വേർഡ് തന്നിട്ട് ആ വേർഡിലെ തന്നെ ലെറ്റേഴ്സ് ആണോ അതിനകത്ത് വരുന്നത് നോക്കുക. അപ്പൊ നമുക്ക് ഈ ABCD വേണ്ട, അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തേക്കുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? നന്നായിട്ട് അതൊന്നുകൂടെ ചെയ്തു നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ജാനുവരി എക്സാമിന് വേണ്ടിയിട്ടുള്ള 30-day ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉടനെ തന്നെ അത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഏതാണ് നെറ്റിന്റെ ജനറൽ പേപ്പർ ഉണ്ട്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, CSR ഫിസിക്സ്, ഈ പേപ്പേഴ്സിനെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത എക്സാമിന്റെ ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.